ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിദേശ പഠനത്തിനൊരു ആമുഖം, an insight into study abroad. നിങ്ങൾ കേട്ടതും മനസ്സിലാക്കിയതും എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ ഇൻ എ നട്ട്ഷെൽ അവതരിപ്പിക്കുകയാണ്. പ്ലീസ് ഡു വാച്ച്. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്നത്? ഒന്ന്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ. രണ്ട്, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, എൻഹാൻസ്ഡ് കരിയർ പ്രോസ്പെക്ട്സ്, കട്ടിംഗ് എഡ്ജ് റിസർച്ച് ഫെസിലിറ്റീസ്, ഡൈവേഴ്സ് ലേണിംഗ് എൻവയൺമെൻറ്റ്, റിനൗൺഡ് ഫാക്കൽറ്റീസ്, നോബൽ ലോറേറ്റ്സ്, ഇവരൊക്കെ അധ്യാപകരായിട്ടുള്ള സർവകലാശാലകൾ, ബ്രൈറ്റ് സ്റ്റുഡൻസ് ഫ്രം അക്രോസ് ദ വേൾഡ്. ഫോളോ യുവർ ഡ്രീം, once in a lifetime opportunity. Major study abroad destinations. ഈ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസിനെ പ്രധാനമായും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് ഈസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, സെക്കൻഡ് യൂറോപ്യൻ കൺട്രീസ്, തേർഡ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പ്രധാനമായിട്ട് വരുന്നത് യു എസ് എയിൽ ബാച്ചിലേഴ്സ് 4 year ആണ്. അവിടെ തന്നെ അസോസിയേറ്റ് ഡിഗ്രി 2 yearsൻ്റെ ഉണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം യു എസ് എയിൽ 2 year ആണ്. പാർട്ട് ടൈം ഓപ്ഷൻസ് 20 hours നമുക്ക് കിട്ടും. അവിടെ ജനറലി ഉള്ളത് 12 month സ്റ്റേ ബാക്ക് ആണ്. പക്ഷേ സ്റ്റെം സബ്ജക്ട്സിനാണെങ്കിൽ 24 month സ്റ്റേ ബാക്കും കൂടെ കിട്ടും. സ്റ്റെം സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലുള്ളത് UK ആണ്. UK ബാച്ചിലേഴ്സ് 3 years, പക്ഷേ അത് സ്കോട്ട്ലൻഡിലാണെങ്കിൽ 4 years ആണ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം 1 year ആണ്. 20 hour പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസും 24 month സ്റ്റേ ബാക്കുമാണ്. കാനഡ അടുത്ത പ്രിഫേർഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനാണ്. കാനഡയിൽ ബാച്ചിലേഴ്സ് 4 year ആണ്. മാസ്റ്റേഴ്സ് 2 years ആണ്. 1 year ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. 24 hours ആണ് നമുക്ക് പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ഉള്ളത്. 3 years 36 months ആണ് നമുക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് കാനഡയിലുള്ളത്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് ഓസ്ട്രേലിയ. അവിടെ ബാച്ചിലേഴ്സ് 3 and 4 yearsൻ്റെ ഉണ്ട്. മാസ്റ്റേഴ്സ് 2 yearsൻ്റെ ആണ്. നമുക്ക് 48 hours per fortnight ആണ് അവിടുത്തെ പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് അവൈലബിൾ ആകുന്നത്. അപ് ടു 5 years സ്റ്റേ ബാക്ക് ഓസ്ട്രേലിയയിലുണ്ട്. ന്യൂസിലൻഡ് അടുത്ത പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അവിടെ 3 years ആണ് ബാച്ചിലേഴ്സ്. 1 and 2 yearsൻ്റെ മാസ്റ്റേഴ്സും 1 year ഡിപ്ലോമ പ്രോഗ്രാംസും അവിടെ അവൈലബിൾ ആണ്. 20 hour പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുണ്ട്. അപ് ടു 3 years സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഡിപ്ലോമ പ്രോഗ്രാംസിന് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ OPTയിൽ സ്റ്റേ ബാക്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അയർലൻഡിൽ ബാച്ചിലേഴ്സ് 3 years ആണ്. 1 year ആണ് അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉള്ളത്. 20 hour പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസും 24 months മാസ്റ്റേഴ്സിന് അവിടെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഹോണേഴ്സ് ഡിഗ്രിയാണ് 1 year, 3 year ഡിഗ്രിക്ക് 6 months അയർലൻഡിൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്. ഈ 5 കൺട്രീസാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസ് ആയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത്. നെക്സ്റ്റ് മേജർ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ഈസ് യൂറോപ്പ്. ഇന്ത്യൻ സ്റ്റുഡൻസിന് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്, അബണ്ടന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു ഏരിയയാണ്. ദർ ആർ 50+ countries ഇൻ യൂറോപ്പ്. യുണൈറ്റഡ് നേഷൻസ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന 41 countries. മോസ്റ്റ് യൂറോപ്യൻ കൺട്രി ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് 27 countries ചേർന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ ഗ്രൂപ്പിംഗ് ആണ് ഷെങ്കൺ ഏരിയ. 29 countries ഫോം ചെയ്യുന്ന ഷെങ്കൺ ഏരിയ. മേജർ സ്റ്റഡി ഡെസ്റ്റിനേഷൻസ് യൂറോപ്പിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ, മാൾട്ട, ഹംഗറി, ഓസ്ട്രിയ ആൻഡ് ചെക്ക് റിപ്പബ്ലിക്. യൂറോപ്പ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശ വിദ്യാഭ്യാസത്തിന് ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻസ്, മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസാണ്. സിംഗപ്പൂർ, മലേഷ്യ, ജപ്പാൻ, മൗറീഷ്യസ്, ഹോങ്കോങ്, ചൈന, ദുബായ്, ഫിലിപ്പൈൻസ്, സൗത്ത് ആഫ്രിക്ക. ഇങ്ങനെ അത്യാവശ്യം ഒരു വിപുലമായ സ്റ്റഡി ഡെസ്റ്റിനേഷൻസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അബ്രോഡ് എഡ്യൂക്കേഷൻസിന് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷൻസ് കണ്ടു. ഇനി നമ്മൾ കാണുന്നത് വേൾഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിംഗ്സ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് USA യുടെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് ആണ്.
8 യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിംഗ്സ് ആണ് ഐവി ലീഗ്. ബ്രൗൺ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, കോർണൽ യൂണിവേഴ്സിറ്റി, ഡാർട്ട്മൗത്ത് കോളേജ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, ടോപ്പ് റിസർച്ച്ഡ് ആൻഡ് അക്കാഡമിക് ബേസ്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവരുടെ അക്സെപ്റ്റൻസ് റേറ്റ് 1% മുതൽ 4% വരെയാണ്. അതായത് ടോപ്പ് ഓഫ് ദ ടോപ്പസ്റ്റ് സ്റ്റുഡൻസ് ആണ് ഈ ഐവി ലീഗ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുക. രണ്ടാമത്തെ ഗ്രൂപ്പ് റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. UK ടോപ്പ് 24 യൂണിവേഴ്സിറ്റീസിൻ്റെ ഗ്രൂപ്പാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, യൂണിവേഴ്സിറ്റീസ് ഓഫ് കാർഡിഫ്, എഡിൻബർഗ്, ഗ്ലാസ്ഗോ, ലീഡ്സ്, ലിവർപൂൾ, വാർവിക്, യോർക്ക്, മാഞ്ചസ്റ്റർ, ഷെഫീൽഡ്, സൗത്താംപ്ടൺ, ക്വീൻ മേരി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ്, ഇംപീരിയൽ കോളേജ്, കിങ്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ തുടങ്ങുന്ന 24 ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് UK റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ്. ഇവിടെ 10 മുതൽ 50% വരെ ആക്സെപ്റ്റൻസ് റേറ്റ് ഉള്ളതാണ്. കമ്പയർഡ് ടു ഐവി ലീഗ് സ്റ്റുഡൻസിന് അഡ്മിഷൻസ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസാണ് റസൽ ഗ്രൂപ്പ്സ് യൂണിവേഴ്സിറ്റീസ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലെ ടോപ്പ് 8 സർവകലാശാലകൾ ചേരും. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡ്, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, യൂണിവേഴ്സിറ്റി ഓഫ് അഡിലൈഡ്, മൊണാഷ് യൂണിവേഴ്സിറ്റി, UNSW സിഡ്നി തുടങ്ങുന്ന ഓസ്ട്രേലിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഫോം ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഓഫ് 8 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ്. നെക്സ്റ്റ് ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിംഗ് ഈസ് TU9 ജർമ്മൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഗ്രൂപ്പിംഗ്സ്. അതിലാദ്യത്തേത് RWTH ആഹാൻ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രോൺഷേവ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡ്രംസ്റ്റാഡ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡ്രെസ്ഡൻ, ലിബിനിസ് യൂണിവേഴ്സിറ്റി ഹാനോവർ, കാർൽസ്റൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിച്ച്, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റഡ്ഗാർഡ്. ഇത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇന്ന് ജർമ്മൻ ഫ്രീ എഡ്യൂക്കേഷന്, ടെക്നിക്കൽ എഡ്യൂക്കേഷന് പോകാനായിട്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ചിലതാണ്. ഇതൊക്കെയാണ് പ്രധാനമായും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിംഗ്സ്. അടുത്തത് വിദേശ വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ എക്സാമിനേഷൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സാമിനേഷൻസ് ആണ് നമുക്ക് എഴുതുന്നത്. ഫസ്റ്റ് ലെവല് ലാംഗ്വേജ് എക്സാമിനേഷൻസ് ആണ്. ഇതിൽ IELTS, TOEFL, PTE മുതലായ ലാംഗ്വേജ് എക്സാമിനേഷൻസിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. പിന്നെ GRE, GMAT പോലുള്ള എക്സാമിനേഷൻസ് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് സബ്ജക്ട്സിന് GRE, GMAT സ്കോഴ്സ് നോക്കാറുണ്ട്. പിന്നെ US യൂണിവേഴ്സിറ്റീസിൽ ഗ്രാജുവേഷന് വേണ്ടി SAT, ACT മുതലായ എക്സാമിനേഷൻസ്, അവിടുത്തെ തന്നെ ലോ സ്കൂൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി LSAT പോലുള്ള എക്സാമിനേഷൻസ് എഴുതേണ്ടതുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇന്ന് സ്റ്റഡി അബ്രോഡിന് നോക്കുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട, എഴുതേണ്ട എക്സാമിനേഷൻസ്. അടുത്ത പ്രധാന പോയിൻ്റ് സ്കോളർഷിപ്സാണ്. ഇന്ന് ഒത്തിരി കുട്ടികൾ സ്കോളർഷിപ്സ് ബേസ്ഡ് ചെയ്ത് എബ്രോഡ് എഡ്യൂക്കേഷൻസ് എടുക്കുന്നുണ്ട്. അതിൽ US ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്സ്, UK ബ്രിട്ടീഷ് ഷിവനിങ് സ്കോളർഷിപ്സ്, കോമൺവെൽത്ത് സ്കോളർഷിപ്സ് ഒക്കെ വളരെ ഫേമസ് ആണ്. ജർമ്മൻ ഫ്രീ എഡ്യൂക്കേഷൻ എടുക്കാനായിട്ടുള്ള ഡാഡിൻ്റെ സ്കോളർഷിപ്സ്, യൂറോപ്പിൽ വളരെ പ്രശസ്തമായ എറാസ്മസ് സ്കോളർഷിപ്സ്, ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്സ്, നീഡ് ബേസ്ഡ് സ്കോളർഷിപ്സ് ആണ്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ SC/ST സ്റ്റുഡൻസിന് ഏർപ്പെടുത്തുന്ന നാഷണൽ ഓവർസീസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്സ്, പിന്നെ വൈസ് ചാൻസലർ സ്കോളർഷിപ്സ് തുടങ്ങി നിരവധി സ്കോളർഷിപ്സ് വിദേശ പഠനത്തിന് വേണ്ടി കുട്ടികൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അടുത്തത് എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ആണ് നമുക്ക് എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടി വേണ്ടത്. ഫസ്റ്റ് ഇസ് എ ഗുഡ് CV. ഓരോ രാജ്യത്തിനും ചില CV സ്പെസിഫിക്കേഷൻസ് ഉണ്ടാകും. അത് ബേസ് ചെയ്തിട്ട് ഉള്ള കരിക്കുലം വൈറ്റ് ആണ് ഫസ്റ്റ്. പിന്നെ 10th മുതലുള്ള മാർക്ക് ഷീറ്റ്സ്, 10th, 12th, ഡിഗ്രി. ചില യൂണിവേഴ്സിറ്റീസൊക്കെ എല്ലാ സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ്സും ചോദിക്കാറുണ്ട്. അതുപോലെ പ്രൊഫഷണൽ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്സ്. പിന്നെ വേണ്ട 2 പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ് SOP ആൻഡ് LOR. SOP എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. നമ്മൾ എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, വൈ ദിസ് യൂണിവേഴ്സിറ്റി, വൈ ദിസ് കൺട്രി, വൈ ദിസ് കോഴ്സ്, എന്താ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ, നമ്മുടെ ഇൻട്രസ്റ്റുകൾ,
why the university should select me for this place. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് SOP അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, പാസ്പോർട്ട്സിൻ്റെ കോപ്പി, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റേഷൻ പാർട്ടിൽ വേണ്ടത്. മാത്രമല്ല വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന സ്റ്റുഡൻസ് നന്നായിട്ട് റിസർച്ച് ചെയ്യണം ഗൂഗിൾസിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിൽ. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്സ് വെബ്സൈറ്റ്സും ഇൻ്റർനെറ്റിലൊക്കെ നന്നായിട്ട് സെർച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്സുകൾ, യൂണിവേഴ്സിറ്റിയുടെ റേറ്റിംഗ്സ്, സബ്ജക്റ്റ് സ്പെസിഫിക് റേറ്റിംഗ്സ്, അക്രഡിറ്റേഷൻസ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മളുടെ റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫൈനൽ കോൾ എടുക്കാനായിട്ട്. വെൽക്കമിങ് വൺസ് അഗെയിൻ for a once-in-a-lifetime opportunity to study abroad in the world's best universities across the globe.